ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മീശപ്പുലിമല ട്രക്കിങ്ങിന്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. സെക്കൻഡ് ഡേ രാവിലെ 5 മണിക്ക് ഒരു സുലൈമാനും ബ്രെഡും കഴിച്ച് ഞങ്ങൾ നേരെ ജീപ്പിൽ കയറി. ബേസ് ക്യാമ്പിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര ചെയ്താണ് റോഡോ വാലി കോട്ടേജിനടുത്തെത്തുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ട്രക്കിംഗ് ആരംഭിക്കുന്നത്. അവിടെ നിന്നും ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഒരു കുന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ സൺറൈസ് പോയിന്റിലെത്തും. ഒരു രക്ഷയില്ലാത്ത കാറ്റും തണുപ്പ് വേറെ. ഞങ്ങൾ ചെന്ന സമയത്ത് സ്കൈയെല്ലാം നല്ല ക്ലിയർ ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കോടയൊക്കെ വന്ന് എല്ലാം മൂടി. ഇവിടെ നിന്നാണ് അടുത്ത ട്രക്കിംഗ് ആരംഭിക്കുന്നത്. ചെറുതും വലുതുമായിട്ട് 9 കുന്നുകൾ കയറി ഇറങ്ങാണ്ടെന്നാണ് വാച്ചർ പറഞ്ഞത്. ഇനി മീശപ്പുലിമലയെ കുറിച്ച് ഇവിടുത്തെ NMR വാച്ചർ പ്രഭു സാർ പറയുന്നത് കേൾക്കാം. ഹായ്, എൻ്റെ പേര് പ്രഭു എന്നാണ്. ഞാനിവിടെ 8 വർഷത്തോളം NMR വാച്ചറായിട്ട് വർക്കിങ്ങിലാണ്. അപ്പം ഇവിടെ മീശപ്പുലിമല ശരിക്കും യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ക്രിട്ടിക്കലി എൻഡേഞ്ചർ സ്പീസീസിലുള്ള ഒരു സ്ഥലമാണ്. അത് കാരണമാണ് ഇത് ആദ്യമായിട്ട് റിസർവാക്കി മാറ്റിയത്. പിന്നെ 2014 മറ്റേ ചാർലി സിനിമ വന്ന പിന്നെയാണ് ഇത്ര ആൾക്കാർ വരാൻ തുടങ്ങി. അതിന് മുമ്പിൽ മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടി കുറേ ടൈനി ഫ്രോഗ്സ് ഉണ്ട്, ചെറിയ ക്രിട്ടിക്കലി എൻഡേഞ്ചർ ആയിട്ടുള്ള ആ ഫ്രോഗ്സും പിന്നെ കുറേ ഗന്ധസ് വൈൻ സ്നേക്ക് എന്ന് പറയും. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് കാണാൻ കിട്ടാത്ത കുറേ പാമ്പുകളും പക്ഷികളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് 96 തൊട്ട് ഈ സംഭവം ഇവിടെ ഉണ്ട്. അന്നേരം തൊട്ട് ഫോറിനേഴ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ 2014 ശേഷമാണ് നമ്മുടെ ആൾക്കാർ വരാൻ തുടങ്ങിയത്. സൗത്ത് ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് ISPക്കും. പിന്നെ ഇവിടെ ശരിക്കും യഥാർത്ഥം പറയുകയാണെങ്കിൽ ഈവൻ വൈൽഡ് ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈൽഡ് ഡോഗ്സ് ഉണ്ട്, സാമ്പാർ ഡിയർ ഉണ്ട്, പിന്നെ പാർക്കിംഗ് ഡിയർ ഉണ്ട്, നീൽഗിരി മറപ്പട്ടിയാണ്. അത് ക്രിട്ടിക്കലി എൻഡേഞ്ചർ സ്പീസീസ് ഇൻ ദി വേൾഡ് ആണ്. ആകെ റിമൈനിങ് ഒരു 100 150 അത്രയും മാത്രമേ ഉള്ളൂ. മൂന്നാർ മേഖലയിൽ ശരിക്കും പറയുകയാണെങ്കിൽ മീശപ്പുലിമല, പിന്നെ പാമ്പാടൻ ചോല, പാപ്പാത്തി ചോല, അങ്ങനെ 3 റിസർവിൽ മാത്രമേ ഈ സംഭവമുള്ളൂ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ടൈഗർ ഉണ്ട്, ലെപ്പേർഡ് ഉണ്ട്. പിന്നെ പൂക്കളുടെ കാര്യം പ്രത്യേകിച്ച് PhD ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വരുന്നത് നമ്മുടെ മീശപ്പുലി ഭാഗത്താണ്. കാരണം ഇത്ര എവല്യൂഷനിൽ കാണുന്ന ചോല ഗ്രാസ്. എന്തുകൊണ്ടാണ് മീശപ്പുലിമല എന്ന് വിളിക്കാൻ കാരണം, മുകളിൽ കാണുന്ന ഗ്രാസ് ഉണ്ട്, അതിന് ചോള ഗ്രാസ് എന്നാണ് വിളിക്കുന്നത്. അതിൽ 146 വെറൈറ്റിയോളം ഉണ്ട്. അതിൽ ഇവിടെ കാണുന്ന ഗ്രാസിൻ്റെ മലയാളത്തിൻ്റെ നെയിം മീശപ്പുല്ല് എന്നാണ്. പിന്നെ നമ്മുടെ മീശപ്പുലിമല എല്ലപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്ന് കാണുമ്പോൾ ഒരു പൂച്ചയോ അല്ലെങ്കിൽ ഒരു കടുവയോ കിടക്കുന്ന പോലെ ആയിരിക്കും. മീൻസ് അതിൻ്റെ ആ കുന്നിൻ്റെ ഒരു ഷേപ്പ് അങ്ങനെയായിരിക്കും. സൗത്ത് ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് ISPക്കാണ്. 2646 മീറ്റേഴ്സ് ഇപ്പോൾ ഫ്രം സീ ലെവൽ. പിന്നെ ട്രക്കിങ്ങിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നാളെ പോകുമ്പോൾ ആരെങ്കിലും ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. കാരണം ഈ റിസർവിൽ നമുക്ക് ഈ ബ്ലൂടൂത്ത് യൂസ് ചെയ്ത് നമ്മൾ നടക്കുമ്പോൾ അവരുടെ ഓരോരോ പക്ഷികളുടെയും പിന്നെ ഓരോരോ ചെറിയ തവളകളുടെയും ബ്രീഡിങ് സീസണാണ് ഈ പറഞ്ഞ ഇപ്പോൾ പറയുന്ന ഈ ഡിസംബർ. വിൻ്ററാണ് എല്ലാത്തിൻ്റെയും ബ്രീഡിങ് സീസൺ. അപ്പോൾ നമ്മൾ ഈ മ്യൂസിക് ഇട്ട് പോകുമ്പോഴത്തേക്കും അവരുടെ കമ്മ്യൂണിക്കേഷൻ കട്ടാവും. ഒരു വർഷത്തിൽ ഈ പറഞ്ഞ 6 മാസം മാത്രമേ പുറത്ത് വരുള്ളൂ. ബാക്കി സമയം മൊത്തം ഹൈബ്രിനേറ്റിംഗ് ആയിരിക്കും. അപ്പം മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഇവരെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് വൈൽഡ് ലൈഫിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരാണെങ്കിൽ കുറേ സംഭവമുണ്ട് മുകളിൽ. ബേർഡ്സ് തന്നെ ആയിക്കോട്ടെ, റെഡ് വിസ്കസ് ബുൾബുൾ, പിന്നെ ഇന്ത്യൻ റോബിൻ, പാരഡൈസ് ഫ്ലൈയിങ് കേച്ചർ, പലരും വീട്ടിൽ വളർത്താറുണ്ട്. പക്ഷേ അതൊക്കെ ഇങ്ങനെ വയലിൽ കാണുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ ഈവൻ ലെപ്പർഡ് കാറ്റ് ഉണ്ട്, മാർബിൾ കാറ്റ് ഉണ്ട്. കുറേ പേര് ടൈഗറും കടുവയും ബ്ലാക്ക് പേന്തറൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും വലിയ ഗ്രൂപ്പായിട്ട് പോകുമ്പം കഴിവിൻ്റെ പരമാവധി ശബ്ദം കുറച്ച് നടക്കുക. ഈ ഫോറസ്റ്റിൻ്റെ ഒരു നിയമം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നിയമം എന്ന് പറയുന്നത് പറയാൻ പറ്റത്തില്ല. ഫോറസ്റ്റിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു നോട്ട് മേക്ക് എ നോയ്സ് വി ക്യാൻ സീ എ ലോട്ട് ഓഫ് അനിമൽസ്. നമ്മൾ എത്രത്തോളം ശബ്ദം കുറച്ച് നടക്കുന്നു അത്രത്തോളം നമുക്ക് വൈൽഡ് ലൈഫിൻ്റെ സൈറ്റിംഗ് കിട്ടും. പിന്നെ മീശപ്പുലിമല ആദ്യത്തെ കയറ്റം നിങ്ങൾ കയറുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. കാരണം ഈ വരുന്നവരൊക്കെ സീ ലെവലിൽ നിന്ന് വരുന്നത് കാരണം സഡൻലി ഈ ഒരു ആൾട്ടിറ്റ്യൂഡ് ഫീൽ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ സീക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ആ സൺറൈസ് പോയിന്റ് കയറിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് പിന്നെ കയറുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇന്ന് പകുതി മുക്കാൽ ആൾക്കാരും തിരിച്ചിറങ്ങി. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കാറ്റൊക്കെ ഉണ്ടാവും. പക്ഷേ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. അപ്പം ഇവിടെ നിന്ന് പോകുമ്പോൾ 5 നാളും 9 കിലോമീറ്ററാണ് മൊത്തത്തിൽ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ട്രക്ക് ചെയ്യുന്നത്. അതിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു 9 കുന്ന് കയറാനുണ്ട്. അതിൽ ഫസ്റ്റും സെക്കൻഡ് ലാസ്റ്റും ആൾമോസ്റ്റ് ഡിഫിക്കൽട്ടാണ്. ബാക്കിയൊക്കെ ചെറിയ മൗണ്ടൻസ് ആണ്. ഒരു നോർമൽ സ്പീഡിൽ നടന്നാൽ തന്നെ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് മീശപ്പുലിമല എത്താം. പിന്നെ തിരിച്ചു വരുന്നത് വളരെ എളുപ്പമാണ്.
ആകെ ഒരു 3/4 മണിക്കൂർ മതി. ഫുൾ ഡൗൺ ഹില്ലും ഫ്ലാറ്റാണ്. ആകെ ഒരു കയറ്റം മാത്രമേ ഉള്ളൂ. നമ്മൾ പോകുന്ന വേറെ വഴിക്കും തിരിച്ചു വരുന്ന വേറെ വഴിക്കാണ്. പിന്നെ തിരിച്ചു വരുന്ന ആ റോഡോ വാലി എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മുടെ യഥാർത്ഥ ഹണ്ടിങ് പോയിന്റ്. നാളെ നിങ്ങൾ അവിടെ തിരിച്ചെത്തുമ്പോഴത്തേക്കും സ്കെൽറ്റംസ് ഒക്കെ കാണാം. കുറേ മൃഗങ്ങൾ ഇങ്ങനെ ഹണ്ട് ചെയ്തിട്ടേക്കുന്നത്. അതിൻ്റെ അക്സികൂടവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ആ റോഡോ വാലി എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് ഈ പറഞ്ഞ റെസ്പ്ലൻഡ് എന്ന് പറയും. ആർക്കെങ്കിലും അറിയോ റെസ്പ്ലൻഡ്? കേട്ടിട്ടുണ്ടോ? ഇത് ക്രിട്ടിക്കലി എൻഡേഞ്ചർ സ്പീസീസ് ഇൻ ദി വേൾഡാണ്. ഒരു എന്താ പറയുക, നമ്മുടെ ഈ ആഫ്രിക്കയിലൊക്കെ കാണുന്ന ഒരു തരം തവലയുണ്ട്, അതിന് പോയിസണസ് ആണ്. പിന്നെ ഗാലക്സി, അങ്ങനെ കുറേ വെറൈറ്റി ഫ്രോഗ് ഉണ്ട്. അത് ഇവിടെ മാത്രമേ നമുക്ക് മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പെർമിഷൻ തരുന്ന ആകെ ഒരു സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ. അതായത് ഈ മീശപ്പുലിമല. അത് നമ്മുടെ നെഗത്തിൻ്റെ അത്രേ ഉണ്ടാവുള്ളൂ. കാണാൻ നല്ല ഭംഗിയാണ്. ഒരു മഞ്ഞ, യെല്ലോ, ബ്ലാക്ക്, അങ്ങനെ കുറേ കളർ ഉണ്ടാവും ആ തവലയുടെ. ആ സ്ഥലമാണ് റോഡോ വാലി എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പാമ്പിൻ്റെ കാര്യം, നോൺ വെമോസ് ആണ്. ഗന്ധസ് വൈൻ സ്നേക്ക് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ കാണുന്ന പച്ചിലപ്പാമ്പ് പോലെ തന്നെ ഇരിക്കും, പക്ഷേ ഇത് വേറെ വെറൈറ്റിയാണ്. ഇത് ഒരു എൻഡേഞ്ചറാണ്. അതിൽ 2 കളർ വെറൈറ്റി ഉണ്ട്. ആസാനുണ്ട്, പിന്നെ ലാർജ് സ്ലൈ പിറ്റ് വൈപ്പ്, അതൊക്കെ കാണുന്ന വളരെ റേറാണ്. പിന്നെ മലബാർ പിറ്റ് വൈപ്പ്. പിന്നെ പറയുകയാണെങ്കിൽ ലീച്ച് കുറവാണ്, പ്രത്യേകിച്ച് ആ ഒരു ഏരിയയിൽ പോകുമ്പോഴത്തേക്കും. അത്ര അൾട്രാവയലറ്റ് ലൈറ്റിനിങ് വീഴുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ഥിരം മൃഗങ്ങളെ ഇറങ്ങുന്ന സ്ഥലമാണ്. പോത്ത്, ഈവൻ മ്ലാവ്, അങ്ങനത്തെ സാധനം ഇറങ്ങുന്ന കാരണമാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിൽ പോയപ്പോഴത്തേക്ക് അത്രയും ലീച്ച് ഉണ്ടായത്. പക്ഷേ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇങ്ങനെ സൺലൈറ്റ് വീഴുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ അവർക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല. അവർക്ക് ഈ നനവുള്ള സ്ഥലങ്ങൾ വേണം. ലീച്ചൊന്നും ഉണ്ടാവില്ല. അപ്പം നടക്കുമ്പം കയറ്റം കയറുമ്പം ഒരു കാരണവശാലും മുമ്പോട്ട് നോക്കരുത്. നിങ്ങളുടെ കാല് തന്നെ നോക്കി നടന്നാൽ മതി. പലരും ഇതിൽ ട്രക്കിങ് പോയി എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും. ഞാനിത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ മീശപ്പുലിമല അത്രയും വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രക്കിംഗ് അല്ല. അപ്പോൾ ഒരു കാരണവശാലും ആരും തിരിച്ചു വരരുത്. കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരാവുള്ളൂ. ഞാൻ ഉണ്ടാവും നാളെ എങ്ങനെയായാലും ട്രക്കിങ്ങിന്. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും പിന്നെ ഇതിനെക്കുറിച്ച്, പൂക്കളെ കുറിച്ച് എന്തെങ്കിലും പേരറിയാനുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അന്നേരം തന്നെ പറഞ്ഞുതരാം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡോറിയൻ റോഡ്, ഇമുറിയ പെറോട്ടോറിസ് എന്ന് പറയും, നേപ്പാളിൻ്റെ ദേശീയ പുഷ്പം. അതിവിടെയും നേപ്പാൾ, സിക്കിം അങ്ങനത്തെ ഭാഗത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേക മരമുണ്ട്. ആ സാധനം നമ്മുടെ മീശപ്പുലി മുകളിൽ പൂത്തിട്ടുണ്ട്. അതും കാണാൻ പറ്റും നമുക്ക്. ഡിസംബറിൽ മാത്രമേ കാണാൻ പറ്റൂ. റോഡോറിയൻ റോഡ്. നമ്മുടെ ഈ അനക്കോണ്ട സിനിമ കണ്ടിട്ടുണ്ടോ, സെക്കൻഡ് പാർട്ട്? അതിൽ ബ്ലഡ് ഓർക്കിഡ് എന്ന് പറഞ്ഞ ഒരു ഫ്ലവർ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ സെയിം ബ്രീഡാണ് നമ്മളെ ഈ ഓർക്കിഡ് എന്ന് പറയും, ബ്ലഡ് ഓർക്കിഡ്, ഇമുറിയ പെറോട്ടോറിസ്. ആ സാധനമുണ്ട്. പിന്നെ മാജിക് മഷ്റൂം. നിങ്ങളുടെ ഈ സീസണിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നത് മാജിക് മഷ്റൂം കാണാൻ വേണ്ടിയിട്ടാണ്. ഈ സീസണിൽ കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല, കാരണം ഇടിമിന്നലില്ല. നമുക്ക് ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ മാജിക് മഷ്റൂം നമുക്കിവിടെ ഉണ്ടാവുന്നതാണ്. 3 വെറൈറ്റി ഉണ്ട്. മസ്കാര ഉണ്ട്, ബുള്ളറ്റ് ഉണ്ട്, ആസ്മെന്തലിസ് ഉണ്ട്. അപ്പോൾ മസ്കാരയാണ് നമ്മുടെ ഇവിടെ ഹൈലൈറ്റ്. എടുക്കാനൊന്നും പറ്റത്തില്ല, കാണാൻ ജസ്റ്റ് മാജിക് മഷ്റൂം എന്താണെന്നുള്ളത് കാണാൻ പറ്റും. ഈ മസ്കാര എന്ന് പറഞ്ഞ സംഭവം നമ്മൾ തൊട്ടാൽ തന്നെ പോയിസണസ് ആണ്. അതിൻ്റെ മുകളിലാണ് ശരിക്കും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പോയിസൺ ഉള്ളത്. അതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് ഡോട്ട്സ് ഉണ്ടാവും. ആ ഡോട്ട്സിലാണ് ഈ പറഞ്ഞ സംഭവം ഉള്ളത്. നാളെ മിക്കവാറും, ഇന്നലെ മഴ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഫൈൻ ഫോറസ്റ്റിൽ വരുമ്പോൾ ചെറിയ ചുവപ്പ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് മാജിക് മഷ്റൂമാണ്. അത്യാവശ്യം റെഡാണ്. ഇത്രയേച്ച ഉണ്ടാവും. വൈറ്റ് ഡോട്ട്സ് ഉണ്ടാവും അതിൻ്റെ മുകളിൽ. ആരും പരിക്കാൻ നിൽക്കരുത്. കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂന്നാർ പണ്ടത്തെ പോലെയല്ല. ഇപ്പം ചെറുപ്പക്കാർ തമ്മിൽ ഭയങ്കരമായിട്ട് ഡ്രഗ്സിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ 24 hours നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ ഒന്നല്ല. മൂന്നാർ 24 hours നാർക്കോട്ടിക്സിൻ്റെ റൈഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മീൻസ് ഇപ്പം സൈലന്റ് വാലി ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ നിൽക്കുമ്പം ക്യാഷ്വലായിട്ട് അവർ കയറി വരും മസ്തിയിൽ. അങ്ങനത്തെ ഒരു സംഭവമാണ്. അത് കയ്യിൽ ഒരു കാരണവശാലും കരുതാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഈ മാജിക് മഷ്റൂം. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മൂന്നാർ ഭാഗത്ത് ചെറുപ്പക്കാർ, അപ്പം ചെറിയ പിള്ളേരിങ്ങനെ എളുപ്പത്തിൽ ഈ സാധനം കിട്ടുന്ന കാരണേ ഇങ്ങനെ എടുത്ത് കഴിച്ച് അങ്ങനെ വലിയ വലിയ ഇഷ്യൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ മറ്റേത് ബുള്ളറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂർ അത്ര ഒരു ഇതേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ആസ്മെന്തലീസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് 48 മണിക്കൂറാണ്. ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു 3 ആഴ്ചയാണെങ്കിലും വാളും. ശരീരത്തിൽ നിന്ന് അതിൻ്റെ അംശങ്ങൾ പോയി കഴിഞ്ഞാൽ 3 ആഴ്ചയാണെങ്കിലും വാളും. അതാണ് അതിൻ്റെ സംഭവം. അതിലൊരു പ്രത്യേകിച്ച് ഇത്ര ശതമാനം നമ്മൾ കഴിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇപ്പം അതിൻ്റെ റിസർച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മീൻസ് ഈ നെർവസുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾക്കുണ്ടല്ലോ, അതിൻ്റെ ഒരു റിസർച്ചിന് വേണ്ടി അതിൻ്റെ ഇതൊക്കെ പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ വേറെ കൂണുകൾ പ്രത്യേകിച്ച് നിങ്ങൾ തൊടാണ്ടിരിക്കുന്നതായിരിക്കും ഭേദം. കുറേ ഉണ്ടാവും കൂണുകൾ നാളെ നമ്മൾ പോകുന്ന വഴി. അതന്നെ
പിന്നെ ഫോറസ്റ്റിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നാളെ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഈ KFDC പരിപാടി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അത് നിങ്ങൾ തന്നെ സംരക്ഷിക്കാനുള്ള ഒരു ചെറിയൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്തത്. പക്ഷേ അത് കാലങ്ങൾക്ക് ശേഷം എന്തായി, കുറേ ഇങ്ങനെ യൂട്യൂബിലും ഇങ്ങനെയൊക്കെ വന്ന് അത് വലിയ ഒരു ഇതിലായി. അങ്ങനെയാണ് ഈ സംഭവം മുമ്പോട്ട് പോകുന്നത്. പിന്നെ പ്രത്യേകിച്ച് വൈൽഡ് ലൈഫിനെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈവൻ ബൈസൺ, ടൈഗർ എല്ലാത്തിനെയും കാണാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് എനിക്കൊരു 15 മിനിറ്റ് സൈറ്റിംഗ് കിട്ടിയാണ്. ഏത് മീശപ്പുലിമല ടോപ്പിൽ ടൈഗറുടെ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നീലക്കുറിഞ്ഞി ഉണ്ട്. നീലക്കുറിഞ്ഞി നമ്മൾ പോകുന്ന വഴിക്ക് ജീപ്പിൽ പോകുന്ന വഴിക്കുണ്ട്. പിന്നെ മീശപ്പുലി കയറുന്ന ഇടത്തുണ്ട്. ഇവിടുന്ന് അങ്ങ് അറ്റം എത്തുന്നവരുണ്ട്. നല്ല രീതിയിൽ പൂത്തിട്ടില്ല, പക്ഷെ പൂക്കളുണ്ട്. നമുക്കിവിടെ 2014 പൂത്താണ്, ഇനി 2026 ഉള്ളൂ. ഇതൊക്കെ കൊല്ലം തപ്പി പൂക്കുന്ന പൂക്കളാന്ന് പറയും. എല്ലാ വർഷം ഉണ്ടാവുന്നതല്ല. പക്ഷേ ഇക്കൊല്ലം ഇവിടെ ഒരു 100 ചെടി ഉണ്ടെങ്കിൽ അതിൽ ഒരു 10-90 എണ്ണം പൂത്തിട്ടുണ്ടാവും, 10 എണ്ണം പൂക്കത്തില്ല. അങ്ങനെയാണ്. അങ്ങനെ പൂത്തേക്കുന്ന സാധനമാണ് നമ്മൾ ഈ പോകുന്ന വഴിക്ക് കാണുന്നത്. കുറിഞ്ഞി തന്നെ 123 വെറൈറ്റിയോളം കുറിഞ്ഞിയുണ്ട്. അതിൽ ഈ കാണുന്ന കുറിഞ്ഞാണ് ഏറ്റവും കൂടുതൽ. ഇവിടെയും പിന്നെ എരവികുളം നാഷണൽ പാർക്ക് ആ ഭാഗത്തിൽ പൂക്കുന്നതാണ് 12 വർഷത്തിന് ഒരിക്കൽ പൂക്കുന്ന സംഭവം. 2026 എരവികുളം നാഷണൽ പാർക്കിൽ 2018 പൂത്താണ്. ഇനി 30 ആ ഒരു സമയമാവും. നമ്മുടെ ഇവിടെ 2014 പൂത്താണ്. ഇനി 2 വർഷം കൂടി ഉണ്ട്. ഇനി 26 ആകുമ്പോഴത്തേക്ക് ഇവിടെ പൂക്കും. ഇതാണ് ആ സ്കെൽട്ടൺ. ചെക്ക് ഡാമിൽ വെള്ളം കുടിക്കാൻ വരുന്ന മൃഗങ്ങളെ കടുവ മറ്റെന്തോ അറ്റാക്ക് ചെയ്താണെന്നാണ് അവർ പറയുന്നത്. ടൈഗറിന്റെ ടെറിട്ടറി കൂടി കടന്നിട്ട് വേണം പോകാൻ. ട്രെക്കിംഗ് ഏകദേശം തീരാനായി. ഇനി മാജിക് മഷ്റൂം തേടിലെ യാത്രയാണ്.
ആ മാജിക് മഷ്റൂം. നല്ല വരുന്നു കുറച്ച് സൗണ്ട് ബുക്കർ പറഞ്ഞു മാജിക് മഷ്റൂം അല്ലേ? അതെ 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 മാജിക് മഷീൻ കണ്ടിട്ടുണ്ടോ ചോദിച്ചില്ലേ അത് മതിയല്ലോ ഇതാണ് ആ പറഞ്ഞ പച്ചളിപ്പാമ്പ്. നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ തന്നെയാണ്, പക്ഷേ ഇതല്ല, ഇതത് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഒന്നാണെന്നാണ് വാച്ചർ പറഞ്ഞത്. ഇനി തിരിച്ച് ബേസ് ക്യാമ്പിലോട്ട്. ബേസ് ക്യാമ്പിലെത്തി ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്നിച്ച്, അതിനുശേഷം തിരിച്ച് മൂന്നാറിലേക്ക്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.